ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്. അഥവാ എങ്ങനെ നിങ്ങൾക്ക് ക്രിക്കറ്റ് ലീഗൊക്കെ ലൈവായിട്ട് കാണാം. അത് വേൾഡ് കപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ IPL ആയിക്കോട്ടെ, ഏതാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെ കാണാമെന്നുള്ളതാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുറേ യൂട്യൂബിലൊക്കെ ഒരുപാട് ആപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഓരോ ലിങ്കുകളൊക്കെ പൊള്ളത്തരായിട്ട് നിങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നോക്കുന്ന സമയത്തൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് സൈറ്റ് ലഭിക്കുന്നില്ല, സൈറ്റിൽ എന്തൊക്കെ പ്രശ്നമൊക്കെ കുറേ നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങളുടെ Gmail അക്കൗണ്ട്, അങ്ങനെ അക്കൗണ്ടൊക്കെ ആഡ് ചെയ്ത് കുറേ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇത് എന്താണ് സിമ്പിളായിട്ട് ക്രോം യൂസ് ചെയ്തുകൊണ്ട് ക്രോമിലൂടെ നമുക്ക് എന്താകാൻ പറ്റും, സിമ്പിളായിട്ട് ലൈവായി ക്രിക്കറ്റ് കാണാം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നേരെ ക്രോമിലോട്ട് പോവാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഈ ലിങ്ക് ഉണ്ടോ, ഈ smartcricket.com എന്ന് പറയുന്ന ലിങ്ക്, ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നിശ്ചയമായിട്ട് നോക്കണം. അപ്പോൾ ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ലൈവ് ക്രിക്കറ്റ് കാണുന്നത്. ഞാൻ പറഞ്ഞു തരാം. അതെ, ഇതാ കണ്ടോ, പ്ലീസ് സെലക്ട് മാച്ച് ടു പ്ലേ. ശ്രീലങ്ക vs ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ vs പാകിസ്ഥാൻ, ഇന്ത്യ, ന്യൂസിലാൻഡ്, ഇങ്ങനെ കുറേ പ്ലേ നിങ്ങൾ കണ്ട അതിന് മുകളിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് അടിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട, ഈ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഇന്നത്തെ മാച്ചായ ശ്രീലങ്ക vs ബംഗ്ലാദേശ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ലൈവ് 3 മണിക്കാണല്ലോ തുടങ്ങുക, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ലൈവ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്, അതിൻ്റെ അടിയിൽ പിന്നെ വീഡിയോ ക്വാളിറ്റി ലോ, മീഡിയം, ഹൈ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ക്വാളിറ്റി അനുസരിച്ച് വീഡിയോ എന്താവും ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പോവാണ്, ബാക്ക് അടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനപ്പുറത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എൻ്റെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പുത്തൻ വീഡിയോസ് നിങ്ങളുടെ ചാനലിലേക്കും നോട്ടിഫിക്കേഷനായി എത്തും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിക്ഷേപിക്കണം. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ താങ്ക്സ് ഫ്രണ്ട്സ് ഫോർ ആൾ. അപ്പോൾ താങ്ക്സ് എവരി വൺ.